അൽഹംദുലില്ലാ. പിന്നെ ഏതായാലും ഇപ്പൊ യാത്രയിലാന്ന് തോന്നുന്നല്ലേ? യാത്രയിലാന്ന് തോന്നുന്നു. പിന്നെ ഞാന് ഏതായാലും നിങ്ങളെ പറ്റി എനിക്കൊരു ശുഭാപ്തി വിശ്വാസമാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞു, കായക്കൊടിയെ കാണുന്ന ആ ലെവലിലല്ല ഞാൻ നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്നോട് ഇങ്ങോട്ട് ക്രൂരമായി പെരുമാറിയാൽ ഞാൻ അങ്ങോട്ട് അങ്ങനെ ഉണ്ടല്ലോ കൂലൂലിംഗ് എങ്ങനെ എന്തോ കാര്യമായി എവിടുന്നോ കിട്ടിയിട്ടുണ്ടല്ലോ മോനെ. അല്ല കാര്യമായി കിട്ടി. കൂലൂലിംഗാസി ഹുസ്നാന്ന് ഖുർആൻ പറഞ്ഞല്ലോ. പിന്നെ അതിലും വലിയ എന്താ കാര്യം? നീ ജനങ്ങളോട് നല്ല നിലയ്ക്ക് സംസാരിക്കാൻ. ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ല ഞാൻ നിങ്ങളോട് പണ്ടേ ഞാൻ നല്ല സമീപനമായിരുന്നല്ലോ. ഇതിടയ്ക്ക് നിങ്ങളാണല്ലോ എന്നോട് പിന്നെ ഒരു മുൻവൈരാഗ്യവും മുൻദേശവും. ഞാൻ ഖുറാനിൽ വേറെയും കുറെ കാര്യങ്ങൾ നേതാക്കളുടെ നോക്കായിരുന്നു. ഉണ്ട്, ഖുറാനിൽ ഒരുപാട് കാര്യമുണ്ട്. അതുറപ്പല്ലേ? ഇയ്യാക്കന 17 വട്ടം പറയുന്ന ആളുകളാണ് ഞങ്ങൾ. കണ്ടിട്ട് അല്ല ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുന്ന വെച്ചാല് ഏതായാലും പിന്നെ ആ വിഷയ സംബന്ധമായിട്ട് തന്നെ ആയിക്കോട്ടെ. എല്ലാ അമ്പിയാക്കളും എല്ലാ വലിയകളും വന്നാനോട് മാത്രം ദ്വേരുന്നപ്പോ നിങ്ങൾ പടപ്പുകളോടാണല്ലോ ദ്വേരിക്കുന്നത്. മുമ്പ് അതേ ആയത്തിന്റെ തുടക്കത്തിൽ അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കാനാണ് 1,24,000 അല്ലെ 2,24,000 വരുന്ന പ്രവാചകന്മാരുടെ ദൗത്യം. അതിൽ ഇപ്പോഴും മജ്ജയിലും മാംസത്തിലൊക്കെ ഞങ്ങളെ പ്രഖ്യാപനം എന്താണ്? വമാദിക്കും സമിനുള്ള അന്നൽ കൂവത്തലില്ല. അല്ല ദുരന്തം നിങ്ങൾ കേൾക്കണം. അതായത് അബൂജയിലും കൂട്ടരും ലായിലാഹില്ലെന്ന് ഞങ്ങൾ പറയില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ആ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ അത് പറയരുത്. നിങ്ങൾക്ക് സംഭവിച്ച എന്താന്ന് വെച്ചാൽ ലായിലാഹില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരായി എന്ത് തോന്നിയാസം ചെയ്യാന്നുള്ള തരത്തിലാണ് നിങ്ങൾ. അപ്പൊ ഞങ്ങളെക്കാളും മാന്യനായിട്ടാണ് കണക്കാക്കുന്നത്. അവർക്കൊരു അന്തസ് ഉണ്ടായിരുന്നു. കാരണം ലായിലാഹില്ലെന്ന് പറയാനെ പറഞ്ഞോണം പറയണമെന്നായിരുന്നു. അങ്ങനെ അവർക്കൊരു അന്തസ്സും ഇല്ലാന്ന ഗുരുവിനെ പഠിപ്പിച്ചത്. ലായിലാഹില്ലെന്ന് ഉച്ചരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേന്ന് പറയാൻ പറ്റില്ല, ഇബ്രാഹിം നബിയെ കാക്കണേന്ന് പറയാൻ പറ്റില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, സംബന്ധിച്ചിടത്തോളം ലായിലാഹില്ലെന്ന് പറഞ്ഞ പിന്നെ ആയിക്കോട്ടെ മറമത്തിലേക്ക് വരണ്ട. ഇപ്പൊ ഈ പറയുന്നത് നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ പറഞ്ഞാൽ കേട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ട് പരിശീലി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള ആ സന്ദേശം പ്രചരിപ്പിക്കുകയും കണ്ടു മനസ്സിലാക്കുകയും ചെയ്ത ഇമാമിന് അവർ ശിർക്ക് ചെയ്യുന്ന ആളുകളാണെന്ന വിശ്വാസങ്ങൾക്കുണ്ടോ? എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം, മഹത്തായ ആ സന്ദേശം, ഖുർആനിലൂടെയും ഹദീസിലൂടെയും പഠിപ്പിക്കപ്പെട്ട ആ സന്ദേശം അത് മനസ്സിലാക്കിയ ലക്ഷക്കണക്കിനായ അല്ലെങ്കിൽ 10,000-കണക്കിനായ പിന്നെ ലോകത്ത് അംഗീകരിക്കുന്ന ഇമാമിങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ഈ ഖുർആൻ അനുസരിച്ച് ഈ പറയുന്ന ഒരു ശിർക്കിന്റെ പ്രചാരകരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അവിശ്വാസങ്ങൾക്കുണ്ടോ? നിങ്ങൾ ഏത് ഇമാമിങ്ങളെ അംഗീകരിക്കും? ആര്? ഇന്നലെ ഏത് ഇമാമിങ്ങളെ അംഗീകരിക്കും? അല്ല, ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും നമ്മളിപ്പോ പറഞ്ഞു ഒരു ഇമാമിനെ പരിചയപ്പെടുത്തിയ ഏതെങ്കിലും ഒരു ഇമാമിനെ നിങ്ങൾ സ്വീകരിക്കും? ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്ല, ഒരു പണിയുണ്ട്. ഞാനൊരു ഇമാമിന്റെ പേര് പറഞ്ഞാൽ എങ്ങനെ ഞാനൊരു ഇമാമിന്റെ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഇമാമിന്റെ പേരിൽ നിങ്ങൾക്ക് വല്ല തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ലോകത്തിലെ ഏതെങ്കിലും ഒരു ഇമാമിനെ നിങ്ങൾ പിൻപറ്റിയിരുന്നു? ലോകത്ത് പരിശീലി കേൾക്കും നല്ല സമാധാനപരമായിട്ട് തന്നെ പറയാം. ലോകത്ത് ഇമാമിനെ കുറിച്ച് ചോദിച്ചല്ലോ. അതെ, ലോകത്തിലെ ഏത് ഇമാമിനെയാണ് അവർ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചത്? ഞങ്ങൾ ഏത് ഇമാമിനെ പറഞ്ഞ അനുസരിക്കാത്തത്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് ഇമാമിങ്ങൾ പറഞ്ഞ ഒരു ആശയത്തിനെ നിങ്ങൾ എന്തിനു വലിച്ചെറിയണം? എന്റെ ചോദ്യം. ഇമാമിങ്ങൾ ലോകത്ത് പഠിപ്പിച്ച ഒരു ആശയം നിങ്ങൾ എന്തിനു വലിച്ചെറിയണം? എന്റെ ചോദ്യം. സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നു. ബാലുശ്ശേരി നിങ്ങൾ വേണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ബാലുശ്ശേരി നിങ്ങൾ കേരളത്തിൽ നിങ്ങളെ അംഗീകരിക്കാത്ത ഇമാമിങ്ങളെ ഉൾക്കൊള്ളാത്ത നിങ്ങൾക്ക് ഇമാമിങ്ങളെ പറ്റി പറയാനൊരു അവകാശം വേണ്ട. ഞാൻ ചോദിക്കുന്നു, ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം തന്നെ ചോദിക്കുന്നു, നിങ്ങൾ കേരളത്തിലെ ഞാൻ പറഞ്ഞല്ലോ ലോകത്തിലെ എല്ലാ ഇമാമിങ്ങളും ഏകകണ്ഠമായി പറഞ്ഞൊരു കാര്യമാണെന്ത്?
എന്താ പറഞ്ഞേ? ഒരു ഹദീസ് സഹിയായി വന്നാൽ അത് സ്വീകരിക്കണമെന്ന്. അതെ, സ്വീകരിക്കണം. അതെ, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞു തന്നെ ചോദിക്കുന്നത്, ഒരു ഹദീസ് സഹിയായി വന്നാൽ സ്വീകരിക്കണം. അത് നിങ്ങൾ സ്വീകരിക്കുന്നത് ഏത് ചര്യയാണ് നിങ്ങൾ സ്വീകരിച്ചത്? മനുഷ്യരിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ നിങ്ങൾ പറഞ്ഞെന്നെ കടമെടുത്തേക്കാണ്. ഇമാമിങ്ങളായ എല്ലാ ഇമാമിങ്ങളും കബർ കെട്ടി ഉയർത്തുന്നതിനെ എതിർത്തു. എല്ലാ ഇമാമിങ്ങളും അല്ല, നമ്മൾ ആദ്യം ബാലിശ്ശേരി നമുക്ക് ആദ്യം തൗഹീദ് സ്ഥിരപ്പെടുത്താം. എനിക്ക് കബർ കിട്ടാം. എന്താ പോരാ ആദ്യം ആരാധന നടത്തുന്നതിന് എല്ലാ ഇമാമിങ്ങളും. അതെ, കബർ കെട്ടിപ്പൊക്കിയത് നിങ്ങളിപ്പോ മദീനയിൽ കാണുന്നുണ്ടല്ലോ. മദീനയിൽ എഴുതി വേണ്ടില്ലേ? കബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. വേണ്ടില്ലേ? ആളുകളുടെ കഥക്കെത്തുന്നതിനെതിരെ ഇമാമിങ്ങൾ ശബ്ദിച്ചതിന് ഏതെങ്കിലും നിങ്ങൾ അംഗീകരിച്ചു? അപ്പൊ നിങ്ങൾക്കിപ്പോ പിന്നെ ശാഖാപരമായ വിഷയം ഇപ്പൊ തൗഹീദിൽ നിങ്ങൾക്കിപ്പോ സംശയമൊന്നുമില്ല. അത് ക്ലിയറേ. ഞങ്ങളെ തൗഹീദിനെ സംബന്ധിച്ച് കബർ കെട്ടുന്നതിൽ എനിക്ക് സംശയം. അല്ല, കബർ ആരാധനകൾ വെച്ചാൽ കബർ കെട്ടും. കബർ ആരാധനയിലൂടെ ആർക്കും തർക്കം പരിശീലി. ഞാൻ അതല്ലേ ഞാനിപ്പോ ചോദിക്കുന്നത്, അല്ല നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ലോകത്ത് ഇമാമിങ്ങൾ സ്വഹീഹാക്കിയ ഹദീസ്. നിങ്ങളതിന് വിഷയത്തിന് അല്ല, വിഷയത്തിന് എന്തിനാ നിങ്ങൾ ചാടുന്ന പരിശീലി? പരിശീലി നിങ്ങൾ വിഷയത്തിൽ നിന്ന് ചാടേണ്ട ഒരാവശ്യമില്ല. ഞാൻ ചോദിക്കുന്നു, ഒരു പണിയുണ്ട് ബാലുശ്ശേരി. അങ്ങനെ ഇപ്പൊ കബറിന്റെ അടുത്ത് മാത്രമല്ല, കാബത്തിന്റെ അടുത്ത് പോയി തോന്നിവാസം കളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഞങ്ങളെ വലയില്ല. കാബയുടെ അടുത്തിൽ പോയിട്ട് തോന്നിവാസം കളിക്കുന്ന കുറെ ആളുണ്ട്. അതിൽ ഞങ്ങളെ വലയില്ല. അതിന് ഞാൻ നിങ്ങള് വല്ലപ്പോഴും പറയുന്നേക്ക് വ്യാജ ആത്മീയത അത്തരം ആളുകളെ സ്വരീകത്തിന്റെ ശേഷന്മാരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആളാണ് പേരോട് ചപ്പാത്തി. സീരിയൊക്കെ കാണണം. പരിശീലി ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഇമാമിങ്ങൾ പഠിപ്പിച്ച സ്വഹീഹായ ഹദീസ് നിങ്ങൾ എന്തെങ്കിലും സ്വീകരിക്കുന്നില്ലാന്ന് ചോദിച്ചത്. ലോകത്ത് ഇമാമിങ്ങൾ പഠിപ്പിച്ച സ്വഹീഹായ ഹദീസിനെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അല്ല ബാലുശ്ശേരി, നിങ്ങൾ പഠിച്ചൊരു ഇങ്ങനെ പറയില്ല. ഞാൻ ബാലുശ്ശേരി, കബറിന് ആരാ സുജൂദ് ചെയ്യുന്നത്? കബറിനൊന്നും കബറിന്റെ സുജൂദിൽ കിടന്നാൽ അദ്ദേഹം ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പാടില്ല. ഉമർ പോലും ചെയ്തില്ല, ഞങ്ങളല്ല. ബാലുശ്ശേരി, ഞാൻ ചോദിക്കുന്നു ബാലുശ്ശേരി, അവരെ പ്രമാണങ്ങൾ കൊണ്ട് നിങ്ങൾ അംഗീകരിച്ചു. അതെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇമാമിങ്ങൾ പറഞ്ഞ ഒരാശയം നിങ്ങൾ എന്തുകൊണ്ട് വലിച്ചേറിയെന്ന് ചോദിക്കുന്നത്. അതിന് മറുപടി നിങ്ങളടുത്ത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമാമിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അപ്പടി സ്വീകരിച്ചോ? ഇമാമിങ്ങളൊക്കെ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനടുക്കൽ പോയിട്ട് യാ റസൂലല്ലാഹ് ഇസ്തസ്കലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകു എന്ന് വിളിച്ച സംഭവം സ്വഹീഹാണെന്ന് ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഒറ്റ ചോദ്യം ഉണ്ടോ? അതായത് ഈ മുന്നിലിരിക്കുന്ന പുറപ്പോഴത്തുള്ള ആളുകളോട് ഇമാമിങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ട ഒരാൾ ആളുകൾ ഞാൻ ഉദ്ധരിക്കാൻ പോവുകയാണ്. ഓരോ വിഷയത്തിലും ഉദ്ധരിക്കാൻ പോകാൻ കേട്ടോ. നിങ്ങളുടെ വേദാറൊന്ന് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചോദിക്കൂ. സെനത് ഈ പറയുന്ന വിഷയത്തിന്റെ സെനത് പരിശോധിക്കാൻ യോഗ്യനും ആ പറയൂ അല്ല സെനത് ഉദ്ധരിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നു കസീറിനെ പോലെ ഇബ്നു ഹജർ അസ്കലാനി പോലുള്ള ആളുകൾ എന്ത് പറയുന്നു? ചാടിയോ? ഞാനിപ്പോ പറഞ്ഞെന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനടുക്കൽ സഹായം ചോദിച്ച സംഭവം സഹീഹാണെന്ന് പറയുന്നത് അതുണ്ടോ? വലിച്ചിരി ഉണ്ടോ? ആ സെനതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ആ സെനത് പരിശോധിച്ചിട്ട് സഹീഹാണ് ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞു. ഏതാ നിങ്ങൾക്ക് ഉദ്ധരിക്കേണ്ട പറയൂ. അത് ഉദ്ധരിച്ചാൽ നിങ്ങൾക്ക് എന്താ ബോധ്യപ്പെട്ട നിങ്ങൾ അംഗീകരിക്കോ? നമുക്ക് പരിശോധിക്കാം. ഹദ്ദസനാ അബൂ മുആവിയ കേട്ടോ അനിൽ അൻ അബീ സാലിഹ് അൻ മാലിക് ഇബ്നു ദാർ എന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് എന്താ പറഞ്ഞത്? വ്യക്തമായിട്ട് എന്ത് പറഞ്ഞു? അതിന്റെ സെനത് മുഴുവൻ പരിശോധിച്ചുകൊണ്ട്
ഇബ്നു ഹജർ അസ്ഖലാനിയും അതുപോലെ തന്നെ ഇബ്നു കസീർ എന്ത് പറഞ്ഞു? അൻ മാലികിൻ ഖാല അസാബൻ നാസ കഹ്തൻ ഫീ സമനി ഉമറ ഫജാഅ റജുലുൻ ഇലാ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോ സക്കരിയാന്റെ കൂടെ ഉള്ള ആളായതുകൊണ്ട് നിങ്ങളിപ്പോ സെനത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ സെനത് സ്വഹീഹ് അല്ലെങ്കിൽ കൂടി തന്നെ ഇമാമിങ്ങൾ തിരിച്ചു പറയുകയാണെങ്കിൽ അല്ലേ? അല്ല അതാണ് പറയാ. അല്ല കൂബനായതുകൊണ്ട് എന്തിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായില്ല. അല്ല, കാരണം അനീഫ കായക്കൊടിക്ക് അദ്ദേഹത്തിന് സെനത് എന്താണ് പഠിപ്പിച്ചത് ഞങ്ങളാണ്. ഇസ്ലാമിൽ ഒരു പ്രമാണം സ്ഥിരപ്പെടാൻ വേണ്ടി ഉദ്ധരിക്കണം. മുടിയിൽ മുടിയാണോ അല്ലെങ്കിൽ കുടിയാണോ അതൊന്നും വിഷയം. ഞാനിപ്പോ സെനത് ഉദ്ധരിച്ചു. ഈ സെനതിൽ എവിടെയാണ് പോരായ്മ? അബൂ മുആവിയ അനിൽ അഅ്മശി അൻ അബീ സാലിഹ് അൻ മാലികിൻ ഖാല എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. ഈ സെനത് മഹാനായ ഇബ്നു ഹജർ ഓരോ വിഷയത്തിന് തൗഹീദുമായി ബന്ധപ്പെട്ട ഓരോന്നിന്റെയും നിരൂപണങ്ങളും അതിന്റെ ഈ നിരൂപണം അറിയാത്ത ആളായിരുന്നു ഇബ്നു കസീർ. പറയൂ, ഈ നിരൂപണം അറിയാത്ത ആളായിരുന്നു ഇബ്നു കസീർ. ആയിക്കോട്ടെ അല്ലാഹുവിന്റെ റസൂലല്ലാത്ത ലോകത്തിലെ ഏത് പദത്തിനും അവർക്ക് തെറ്റ് പറ്റാവുന്നുണ്ടാവും, അവരിന് കൊള്ളാവുന്നു തള്ളാവുന്നു. അപ്പൊ ഇത് കബറിൽ അന്ധവിശ്വാസം ഒഴികെ ഏത് മനുഷ്യന്റെ വാക്കിൽ തള്ളാവുന്നു. ആയിക്കോട്ടെ വാചകത്തിൽ അത് മാലിക് റളിയല്ലാഹു അൻഹു ആ വാചകം ശരിയാണ്. നിങ്ങൾ അയ്യോ മാലിക് റളിയല്ലാഹു അൻഹു ഏത് മനുഷ്യന്റെ കാര്യത്തിലും കൊള്ളാവുന്നു കൊള്ളാവുന്നുണ്ട്. അതാരോ പറഞ്ഞു. അല്ല പറഞ്ഞ മാലിക് റഹ്മത്തുള്ളാഹിന്റെ ആ വാക്ക് നീ അംഗീകരിച്ചോ? അല്ല അപ്പൊ ഇമാം മാലിക് പറഞ്ഞ ആ വാക്കിന് ശരിയാണെന്ന് നിൽക്കുന്ന വെളിവും അതിമറി വിവരങ്ങള് അല്ല മോനെ അത് അംഗീകരിച്ചോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാലിക്കിമാരിൽ അംഗീകരിക്കുന്ന ഞങ്ങൾക്ക് പറ്റില്ല. ആ വാക്ക് അംഗീകരിച്ചോ? ഞങ്ങൾക്ക് അതിന് തർക്കമില്ലല്ലോ. ഞങ്ങൾക്ക് ഇത് പറഞ്ഞ ആ വാക്ക് അംഗീകരിച്ചോ? അംഗീകരിച്ചോന്ന് വെച്ചാൽ അംഗീകരിച്ച് 100 വട്ടം പറഞ്ഞല്ലോ. അതിന് തർക്കം എന്താ? ഒഴികെ ബാക്കി ആരിൽ നിന്ന് വരുന്നതിനെയും തള്ളാവുന്നതും കൊള്ളാവുന്നതും ഉണ്ടാവുന്നതും ഈ തൗഹീദിയായ വിഷയത്തിൽ ഈ പറഞ്ഞ പണ്ഡിതന്മാർ പേച്ചോ എന്റെ ചോദ്യം മറുപടി പറഞ്ഞത് അത് അംഗീകരിച്ചോ? ഇതിന് കസീർ പേച്ചോ പറഞ്ഞത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ ഈ വാക്ക് അംഗീകരിച്ചു. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. അത് ആവർത്തിക്കുന്നത് കൊണ്ട് തരിസലാവതാവില്ല. ഞാൻ പറഞ്ഞു കാരണമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കണോ ഈ വിഷയം സ്വഹീഹാണെന്ന് പറഞ്ഞു ഇതിന് കസീറും ഇതിന് ഹജറിനും പേച്ചോന്നും ചോദിക്കണം. അയ്യോ നിങ്ങളിങ്ങനെ ഒരു പണിയുണ്ട് ബാലശ്ശേരി. നിങ്ങൾ പറഞ്ഞോ, ഞാൻ കേൾക്കാം. നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ കഴിഞ്ഞാന്ന് പറയണം, ഞാൻ നിർത്താം. എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറയാൻ നിങ്ങൾ കേൾക്കും. രണ്ടാളും കൂട്ടുകൂട്ടാൻ എടുത്തില്ല. നിങ്ങൾ ഒരു മിനിറ്റ് പറഞ്ഞോളൂ. ഒരു മിനിറ്റ് പറഞ്ഞു. ലോകത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രമാണം വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയുമാണ്. ആ പ്രവാചകന്റെ ചര്യയെയും ഖുർആനിനെയും സച്ചരിതരായ ഇതുപോലെ അവർ വ്യാഖ്യാനിച്ചതുപോലെ അവർ ഉൾക്കൊള്ളുന്നതുപോലെ അംഗീകരിച്ചതുപോലെ അംഗീകരിക്കേണ്ടവരാണല്ലോ വിശ്വാസി സമൂഹം. ആണല്ലോ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളോട് ഇരിക്കുകയാണുള്ളത് ഇന്ന് സമൂഹത്തിൽ അവസ്ഥ ചെയ്യുന്ന ചോദ്യം എന്താണെന്ന് എന്നിങ്ങനെ മരിച്ചുപോയത് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം, ഒരു ചെറുക്ക് സമസ്തയിൽ ഇവിടെയുണ്ട്. അത് ഏത് പ്രവാചകന്റെ മാതൃകയനുസരിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ. പറഞ്ഞോളൂ. പ്രവാചകന്മാരുടെ ഓരോ ഘട്ടങ്ങളിലെയും പ്രാർത്ഥനകൾ അല്ലാഹു ഉദ്ധരിക്കും. ഓരോ ഘട്ടങ്ങളിലെയും ചെറുതുപരിതമായ അവരുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും റബ്ബന അല്ലാഹുമ്മ റബ്ബി എന്ന് തുടങ്ങി അവർ പ്രാർത്ഥിച്ചതായി ഖുർആനിലെ അനവധി സൂക്തങ്ങൾ നമ്മൾ കാണും. ഏതെങ്കിലും ഖുർആനിലെ ഒരു വചനത്തിൽ ഒരു പ്രവാചകന്റെ മരണത്തിന് ശേഷം ആ പ്രവാചകനോട് അതിനുശേഷം വന്ന പ്രവാചകനോ ആ പ്രവാചകന്മാർ വിശ്വസ്ത സ്വാത്വികരായ സ്വാലിഹ്യങ്ങളോ
ഈ ഒരുപാട് മഹാന്മാരിലേക്ക് ചേർത്ത് ഒരൊറ്റ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിന് പ്രധാനമായ മർമ്മം. അപ്പൊ ഏതായാലും ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങൾ പറഞ്ഞ ഞാൻ അടങ്ങിയിരുന്ന് കേട്ടേ, ഞാൻ പറയട്ടെ. ഞാൻ നിങ്ങളോട് നമ്മുടെ ബാലുശ്ശേരിയോട് നിങ്ങളോട് വളരെ വിനയപൂർവ്വം ഞാൻ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നോട് ചോദിച്ചു നിങ്ങൾ സനദ് ഉദ്ധരിക്കുന്നോ? ഞാൻ നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്താണ്? നിങ്ങൾ എന്നോട് പറയും നിങ്ങൾ തൗഹീദ് എന്നല്ല ഇവിടെ ഹദ്ദസന എന്ന് പറഞ്ഞിട്ട് അതുപോലെ സനദുകൾ നിങ്ങൾ ഉദ്ധരിക്കുന്നു അല്ലെ? സനദുകൾ നിങ്ങൾ ഉദ്ധരിക്കുന്നു. ഞാൻ സനദ് വായിച്ചു. സനദ് വായിച്ചു എന്നതിന് ശേഷം നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു ഇബ്നു കസീർ അടക്കം ഇബ്നു ഹജറുൽ അസ്ഖലാനി അടക്കമുള്ള ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരൊക്കെ ഈ വിഷയം സ്വഹീഹാക്കിയിട്ടുണ്ട്. അവർ ഈ വിഷയത്തിൽ പറഞ്ഞോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വാദപ്രകാരം ഈ പറഞ്ഞത് പിഴവാണ് നിങ്ങൾ പറയോ? ഇത് ശിർക്കാണോ? ഇത് ബാലുശ്ശേരിയോട് ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ വാചകം ശിർക്കാണോ? ഈ പറഞ്ഞത് ശിർക്കാണോ ബാലുശ്ശേരി? ഈ പറഞ്ഞ വാചകം ശിർക്കാണോ? നിങ്ങൾ എന്തിനാ പറയാറേ? നിങ്ങൾ ബേജാറാവേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ബാലുശ്ശേരിയോട് ഞാൻ ചോദിക്കുന്നു ബാലുശ്ശേരിയോട് ഞാൻ ചോദിക്കുന്നു ഇത് ഈ പറഞ്ഞ ആശയം തീർക്കാണോ? ഈ പറഞ്ഞ ആശയം തീർക്കാണോ? അല്ല ഇത് കാട് കയറിയ കഥയാണോ? ഇബ്നു ഹജറും ഇബ്നു കസീറും പറഞ്ഞത് കാട് കയറിയ കഥയാണോ ബാലുശ്ശേരി? പറയും. പൊന്നാര മുനെ, അതായത് എന്നെ പൊന്നാരെന്ന് വിളിച്ചാൽ ശരിക്കും ഉണ്ടാവില്ല. ഹദീസിൽ നിന്നോ ഒരു സംഭവം ഉദ്ധരിക്കാൻ കഴിയാത്ത അത് സഹിഹായ സംഭവമാണല്ലേ. ഇസ്തക്കലി ഉമ്മത്തിക്ക് സഹിഹല്ലാണെന്ന് തെളിയിച്ചു ഉണ്ടോ? അത് ഹദീസാ അല്ല എന്താ പറയാ ഹദീസ്? എന്താ പറയാ? അത് നിസ്കാത്തിന്റെ മുഖദ്ദിമ എടുത്ത് നോക്കിയാൽ പോരെ? എന്തിനാ ഹദീസ് എന്ന് പറയാ? എന്തിനാ ഹദീസ് പറയാ? അപ്പൊ നിങ്ങളിപ്പോ ചോദിച്ചല്ലോ ഹദീസ് തെളിവുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം സംഭവം റസൂൽ പറഞ്ഞു. എന്താ ഇപ്പം താങ്കൾ എല്ലാ സംഗതിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷമുള്ള ഒരു സംഭവം തെളിവാണ് പറഞ്ഞത്. എന്നിട്ട് ആ സംഭവം ഞാൻ ഉദ്ധരിച്ചാൽ ഹദീസാണോ? അല്ല ഞാൻ അപ്പൊ ഇത് ഇങ്ങോട്ടാ പറയുന്നത്. ആരോ ചെയ്തതാ? ബിലാലിന്റെ കാര്യത്തിൽ റസൂൽ ചെയ്തത് ആരെയാണോ? ഒന്നരമല്ല കത്താതെ അംഗീകാരം വെച്ചത് ആരെയാണോ? എന്താ കാണിച്ചത് കുട്ടികളാ? അദ്ദേഹത്തെ കുറിച്ചുള്ള ചർച്ച അറിയോ പണ്ഡിത ലോകത്ത്? അദ്ദേഹത്തെ അറിയോ? അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം ചരിത്രത്തിലെ വിഷയത്തിൽ അദ്ദേഹം വളരെ പ്രഗത്ഭനാണെന്ന് ആര് പറഞ്ഞു? അപ്പൊ നിങ്ങൾക്ക് പോട്ടെ ഹദീസ് നിങ്ങൾ വെച്ചൂടാ. അത് നിങ്ങൾ ഹദീസ് എന്ന് പറഞ്ഞാലും അസറെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പിന്നെ അല്ല ഇന്ന് അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം സംഭവം എങ്ങനെ കിട്ടിപ്പോ അതെന്ന് പറഞ്ഞാൽ അപ്പൊ വഫാത്തിന് ശേഷം എവിടെയോ നടന്നൊരു സംഭവം ഹദീസിന്റെ പട്ടികയിലാണോ ഉള്ളത്? അല്ല അപ്പൊ സംഭവം ശരിയാണ്. അപ്പൊ പേര് ഹദീസ് എന്ന് പറയുന്നില്ല അല്ല അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ വഫാത്തിന് ശേഷം നടന്ന സംഭവങ്ങൾക്ക് ഖുർആനിൽ കാണല്ലേ? ബാലുശ്ശേരി അപ്പൊ ഖുർആനിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാലുശ്ശേരി ഒന്ന് കേൾക്ക്. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷമുള്ള സംഭവങ്ങൾക്ക് ഖുർആനിൽ ആയത്തായിട്ട് കാണല്ലേ? വളരെ ഉഷാറായിട്ടുണ്ട്, പുരോഗതി ഉണ്ടെങ്കിൽ. ഞാനുമായി സംസാരിക്കുന്ന സഹോദര, നിങ്ങൾ ഇതുവരെ ഒരു ഖുർആനിക വചനമോ ഹദീസിലേക്ക് പറ്റില്ല കേട്ടോ? ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത വയുത്തൂന സകാത്ത വഹും റാക്കിഊൻ. ഈ ആയത്താണ് ഞങ്ങൾക്ക് തെളിവ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിക്കണം എന്നുള്ളതിന് ഈ ആയത്താണ് തെളിവ്. എന്നെന്താ പറയണ്ടേ? അല്ലാഹുവിന്റെ ഖുർആൻ ഈ ഖുർആനിക വചനം നബിയാണല്ലോ സമൂഹത്തിൽ ഓടിക്കൊടുത്ത്. അതെ, ഇതൊരു അതായത് ഈ ആയത്ത് പ്രകാരം അമല് ചെയ്യാനാണ് ഇപ്പൊ അല്ലാഹു മനുഷ്യരെ പഠിപ്പിക്കുന്നത്.
ഈ ആയത്തുകൾ അംഗീകരിച്ചോ? നിങ്ങൾ വിശദീകരണമല്ല, നിങ്ങളെ പെട്ടിപ്പുത്തങ്ങനെ വെച്ച് ആയത്ത് അംഗീകരിച്ചോ? എന്നുള്ള ആയത്തനുസരിച്ച് സമൂഹം അമല് ചെയ്യണമെന്ന് നിൽക്കാണല്ലോ അള്ളാഹു അവതരിപ്പിച്ച്. പറയൂ, നിങ്ങൾ പറഞ്ഞോളൂ. ആണല്ലോ പറഞ്ഞോ. ചോദിക്കുന്നത് ഈ ഖുർആനിക വചനം ഇന്ന അലൈന ബയാന 19-ാമത്തെ വചനം, ഈ ആയത്തിനെ ബയാൻ ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തെ ഈ ഖുർആനിക വചനം മരിച്ചുപോയ മഹാന്മാരോട് വിളിച്ചു തേടാം എന്നതിന് തെളിവായിട്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അത് അല്ലാഹു പഠിപ്പിച്ചല്ലേ? അല്ല, അത് അല്ലാഹു പഠിപ്പിച്ച ഇറങ്ങിയതിനു ശേഷം അല്ല മൗലവി, അല്ലാഹ് ഇപ്പൊ ഖുൽഹുവല്ലാഹു അഹദ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഇമാമികൾ പഠിപ്പിക്കണം. അല്ല എങ്ങനെയാണ്? അത് അള്ളാന്റെ ആയത്ത് പറയുമല്ലേ? നീ എന്ത് പറയുന്നേ? ആയിക്കോട്ടെ, ഒരു മിനിറ്റ് ആയിക്കോട്ടെ. അങ്ങനെയല്ലേ അള്ളാഹ് ഖുർആൻ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഞാൻ സൂറത്ത് മാഇദയിൽ എത്രയെന്നറിയോ? മാലിശ്ശേരി ഞാനീ പറഞ്ഞേ സൂറത്ത് മാഇദയിൽ ഈ ആയത്ത് എത്രാമത്തെ വചനം അറിയോ? അതുകൊണ്ടെന്താ വചനം എത്രയായാലും എന്താ? എനിക്കിപ്പോ 55, 56, 57, 58 എത്ര ആയത്തായിക്കോട്ടെ, നമ്പർ നമുക്കിപ്പോ വിഷയം ആയിക്കോട്ടെ. ഏതാ വചനം അറിയോ? വചനം 55-ാമത്തെ വചനം പറ്റൂലേ? ഒന്നാമത്തെ വചനം വെച്ചു. ആയിക്കോട്ടെ, അത് ഏതിന്റെ തുടർച്ചയാ പറയൂ? ഏതിന്റെ തുടർച്ചയാണ്? നിങ്ങൾ ഓതപ്പ നിങ്ങളെ കിട്ടാനല്ലേ കാത്തു. ഈ ആയത്തിന് അർത്ഥം വെച്ച പ്രകാരം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹായി ആരാണ്? ഇന്നമാ വലിയക്കുമുള്ള ആണ്. അപ്പൊ അല്ല, ആയത്തിനൊന്ന് അർത്ഥം വെച്ച് നിങ്ങൾ വെച്ചോ. എന്താ നിങ്ങൾക്ക് തർക്കോ? വെച്ചോ. വെച്ചോ. നിങ്ങൾ അർത്ഥപ്രകാരം വെച്ചോ. അല്ല, എന്റെ അർത്ഥപ്രകാരം ഞാൻ ഒരു ആയത്തിന് ഞാൻ അർത്ഥം നിങ്ങളുടെ അർത്ഥപ്രകാരം നിങ്ങൾ അർത്ഥം പ്രകാരം വ്യാഖ്യാനിക്കുന്നത് പ്രകാരം എങ്ങനെ വരണം? നബിയുടെ സ്വഹാബികൾ പൂർണ്ണമാരെയും ക്രിസ്ത്യാനികളെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഇനി മുതൽ നിങ്ങൾ മുസ്ലിങ്ങളായ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഇതിനർത്ഥം അങ്ങനെ കേരളത്തിലെ കുറെ പഠിപ്പിക്കാൻ പോയി സമസ്തക്കാരായ ആളുകൾ, കേരളത്തിലെ സമസ്തക്കാരായ പണ്ഡിതന്മാർ അവർ ഈ ആയത്തിന് വിശദീകരിച്ചിട്ടുണ്ട്. സമസ്തക്കാരായ പണ്ഡിതൻ എനിക്ക് വിശദീകരിക്കാൻ കേട്ടോ, എനിക്ക് വിശദീകരിക്കും കേട്ടോ. وتأمل في مقدمة الآية وفي مؤخرها قطع بأن الولي في قوله إنما وليكم الله ليس إلا بمعنى الناصر والمحب. راجع എടുത്തു നോക്കണ്ട വാലിശ്ശേരി എടുക്ക്. ബാക്കിട്ട് നോക്കാനോ? എന്താ ഹാഫുലും വനാഫുലും വ്യക്തമായിട്ട് രാജ്യമാണ് പറഞ്ഞില്ലേ? സഹായിയാണെന്ന് പറഞ്ഞില്ലേ? എന്താ പറയൂ. നബിസല്ലല്ലാഹു തങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനാണോ? റസൂലുള്ളാഹി വഫാത്തായില്ലേ? എന്താ പറയുന്നേ? അള്ളാഹ് ഖുർആനിൽ സഹായിയാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് വേദന ഒന്നല്ല ഒരുപാട് ഉമ്മത്തിലാണ് അവതരിക്കുന്നത്. അല്ല, ഈ ആയത്തിൽ അങ്ങനെ എന്താ വേണ്ടിയിട്ട് നിങ്ങൾ വിശദീകരണം കാണിച്ചിട്ട് വചനപ്രകാരം സഹോദര അനുജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും ഇടയിലാണെങ്കിൽ ഈ വചനപ്രകാരം നിങ്ങൾ ചെയ്യുന്ന അമലാണ് ഈ വചനത്തിലുണ്ടെങ്കിൽ അങ്ങനെ അമല് ചെയ്ത ഒരു സ്വഹാബത്തിന്റെ പേര് പറ. കേട്ടോ അങ്ങനെ നിങ്ങൾ ചോദിക്കൂ. അങ്ങനെ നിങ്ങൾ ചോദിച്ചത് കിട്ടാനല്ലേ ഞാനിപ്പെട്ട പണി. നിങ്ങൾ ചോദിച്ച് തരാത്തതാണ് നിങ്ങൾ കേട്ടോ. എന്റെ സഹാബികൾ നിങ്ങൾ ഇതിനെ ബാലിശ്ശേരി ഒന്ന് കേൾപ്പ്. ബാലിശ്ശേരി ഒന്ന് ഇതിനെ നിങ്ങൾ ബേജാറല്ലേ? മരിച്ചുപോയ വിളിച്ച ഒരു സഹാബിന്റെ പേര് പറയാൻ. അല്ല, സഹാബി നിങ്ങൾ പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത ആരുടെ വാക്കിലും പിഴവ് വെച്ചെന്ന് പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ സഹാബികളുടെ സംഭവങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ? തെറ്റല്ലേ? ഇമാം മാലിക് പറഞ്ഞിട്ടുണ്ട്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കല്ലാത്ത എല്ലാ വാക്കും പേർക്കും അങ്ങനെ എല്ലാവരുടെ വാക്കും അങ്ങനെയുള്ള ആളുകൾ ചോദിക്കാൻ പറ്റും. നിങ്ങൾക്ക് അള്ളാന്റെ ഖുർആനാണ്. എനിക്ക് വേണം ഇന്റെ ചോദ്യത്തിന്റെ മർമ്മം മനസ്സിലായി. അതായത് ഈ ഒരു അമല് ചെയ്യാനാണെങ്കിൽ ഏത് സ്വഹാബിയാണ്
മരിച്ചുപോയ ഒരു സ്വാമിനോട് ചേർന്ന് മൗലവി നിങ്ങൾ പറയുന്നത് ഞാൻ സഹാബിന്റെ വൈരുദ്ധ്യം പറയല്ല. വൈരുദ്ധ്യമേ നിന്റെ പേര് മുജാഹിദ് നിങ്ങൾ പറഞ്ഞില്ലേ? പറയല്ല, അത് പറയല്ല. ഈ ആയത്തിൽ ഞാൻ പറഞ്ഞ അർത്ഥത്തിന് തെറ്റുണ്ടോ? റാഹിമാമിന്റെ തഫ്സീറിൽ തെറ്റുണ്ടോ? അത് നിങ്ങൾ പറയൂ. റാഹിമാമിന്റെ വ്യക്തമായിട്ട് ഇമാം റാജി ഹാജിലേക്കും പ്രാർത്ഥിക്കാൻ പറഞ്ഞേ. പിന്നെ റാജിമാമല്ല അവർ പറഞ്ഞു വിളിച്ച് താഴെ ചോദിച്ചത് എന്നെ പഠിച്ചില്ല. എന്താ പ്രാർത്ഥന? അതാണ് തീരുമാനം. എന്റെ പ്രാർത്ഥന കുറിച്ചാണ് പറഞ്ഞത്. എന്താ പ്രാർത്ഥന? അതായത് സത്യവിശ്വാസികൾ പലത്തിൽ ജീവിതത്തിലുള്ള അവരുടെ സ്നേഹബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആര് പറഞ്ഞു? വളരെ ക്ലിയർ തന്നെ പറഞ്ഞു. ഇമാം റാസിയുടെ ഞാൻ ചോദിക്കാം, ഹാസിമുക്കും എന്താ ഹാസിമുക്കും ശരിക്കും അതായത് മദീനയിൽ ആളുകളുമായി സൗഹൃദത്തിലുണ്ടായിരുന്നു. അപ്പൊ ആയത്തുങ്ങൾ വിട്ടു. ആയത്ത് വിട്ടു നിങ്ങളല്ലേ? അതിനെ പറയുന്നത്. അതിന്റെ കുറിച്ച് പറയുന്നത് ആയത്ത് എന്തിനു വിടണം? ആയത്തുങ്ങൾ വിട്ടല്ലേ? ആയത്തിലേക്കാണ് വരുന്നത്. പറഞ്ഞോ. അവര് ഇത് നോക്കേ, അതായത് മദീനയിലെ സഹാബികളിൽപ്പെട്ട ചില ആളുകൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും പെട്ട ചില ആളുകൾ ഇന്റിമേറ്റ് ഫ്രണ്ടായി സ്വീകരിച്ചു. പറഞ്ഞത് അവർ നിങ്ങളുടെ ആത്മമിത്രങ്ങളല്ല, അവർ പരസ്പരം മിത്രങ്ങളും നിങ്ങൾക്ക് അവർ ശത്രുക്കളുമാണ്. അതുകൊണ്ട് അവരെ കൂട്ടുപിടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. സുന്നി തഫ്സീറുകളിൽ വരെ എന്നിട്ട് സാധിമാരുടെ മനോഗതം പറയും, പിന്നെ ഞങ്ങൾ ആരുമായിട്ടാണ് പുലർത്തേണ്ടത് എന്ന് അവർ ചോദിച്ചു. പഠിച്ചില്ലേ എന്ന് പഠിച്ചേരി. വിശുദ്ധ ഖുർആനിനെ പ്രാവർത്തികമാക്കിയ സ്വഹാബത്തെ സഹാബികളെ ചോദിക്കുന്ന ബാലിശ്ശേരി, ബാലിശ്ശേരി, മിസ്റ്റർ ബാലിശ്ശേരി, നിങ്ങൾ സഹാബികളെ ചോദിക്കല്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ സഹാബികളെ ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. റസൂലുള്ളാഹിയുടെ അല്ലാത്ത എല്ലാവരുടെ വാചകത്തിലും തള്ളാവുന്നത് കൊള്ളാവുന്നുണ്ടല്ലോ. ഇതിനെങ്ങനെ നിങ്ങൾ ചോദിക്കുക? ആർക്ക് തെളിവാണോ? ഈ ആയത്ത് തെളിവാണോ? ഈ ആയത്ത് ഖുർആനിൽ പറഞ്ഞ ആയത്തിൽ സംശയമുണ്ടോ? അള്ളാഹ് വ്യക്തമായിട്ട് പറഞ്ഞു, വല്ലവരും അള്ളാഹുവിനെ സംരക്ഷാധികാരിയാക്കിയാൽ, വല്ലവീനാമനു അള്ളാഹുവിന്റെ റസൂലിനെയും അതുപോലെ തന്നെ സത്യവിശ്വാസികളെയും സംരക്ഷാധികാരിയാക്കിയാൽ അവർ യഥാർത്ഥ വിജയികളാണ്, അള്ളാഹിന്റെ കക്ഷികളാണ്, അള്ളാഹിന്റെ പാർട്ടികളാണ്, അവർ വിജയിച്ചവരാണ്. അള്ളാഹിന്റെ ഖുർആനാ പറഞ്ഞത്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അള്ളാഹിന്റെ ഖുർആനെ നഫ്സായി പറഞ്ഞ കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്? ഞാൻ ഒരൊറ്റ ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ആ ആയത്ത് പ്രകാരം പറഞ്ഞ പോലെ ജീവിക്കാത്ത ആയത്തിനെതിരാണല്ലോ. അങ്ങനെയാ? അതായത് ആ ആയത്ത് പ്രകാരം മരിച്ചുപോയ മാനം വർദ്ധിക്കാത്തവരൊക്കെ ആയത്തിനെതിരാണല്ലോ. ജയിക്കാത്തവരാണ് പരാജയപ്പെട്ടവരാണ്. ഒന്നോ രണ്ടോ മൂന്നോ നാലോ കല്യാണം കഴിച്ചോളൂ കേട്ടോ. നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കല്യാണം കഴിച്ചോളൂ പറഞ്ഞു. അപ്പൊ കല്യാണം കഴിച്ചില്ല ആയത്തിനെതിരാ? അയ്യയ്യേ, നിങ്ങൾ ഏഴുന്ന ഒരാളിപ്പോ കല്യാണം കഴിച്ചില്ലാന്ന് കൂട്ടിക്കോ. കല്യാണം കഴിച്ചില്ലാന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഖുർആന്റെ ആയത്തിനെതിരാ? എന്തെങ്കിലും പറയുന്നേ? എന്റെ കല്യാണത്തിലേ നിങ്ങൾ വേണ്ട. അതിന് നിങ്ങൾ ആയത്തിൽ പറഞ്ഞ കാര്യം നടപ്പിലാക്കി ഖുർആനിൽ പറഞ്ഞ എല്ലാ ആയത്തുകളും കൽപ്പനക്കുള്ളതാണോ അമ്രുന്നുള്ളതാണോ? അതൊക്കെ പറ. എല്ലാത്തൊരു ദയനീയ തന്നെ. അതിന്റെ പേര് പറയാൻ പറഞ്ഞു വ്യക്തമായി പറഞ്ഞു. അംഗീകാരം കൊടുത്തു. മറുപടി ഉണ്ട്. നിങ്ങൾ ആൺകുട്ടിയാണ് പറയുന്നത്. ഈ സംഭവം ഞാൻ ഉദ്ധരിച്ച സംഭവങ്ങൾ ഐഫാണെന്ന് പറഞ്ഞ ഒരൊറ്റ മനുഷ്യൻ ഒരൊറ്റ ആധികാരികമായി കണ്ടുകൊണ്ട് ഈ ഭാരത്ത് കണ്ടാൽ ഞാൻ ഭാരതത്തിന്റെ കൂടെ ഉണ്ടോ?
ചോദിച്ചു എന്ത് ഈ ഖുർആനിക വചനം ഇറങ്ങിയപ്പോ നബിസല്ലല്ലാഹു സ്വഹാബത്തിൽ അവരുടെ കൂടെ ജീവിച്ച പല ആളുകളും മരിച്ചിട്ടുണ്ടായിരുന്നു. ആ മരിച്ചുപോയ മഹാന്മാരായ ആളുകളുടെ സ്വഭാവത്തിന് ഭാവികളിൽ വിളിച്ചതായ ഒരു തീരുമാനം ഞാൻ ചോദിച്ചു. അപ്പൊ ആയത്ത് പ്രമാണല്ലേ? ഒരു മിനിറ്റ്, ആയത്ത് പ്രമാണമല്ല, ഒരു മിനിറ്റ്, ആയത്ത് പ്രമാണമാണ് ചോദിക്കാനോ? പറ, ആയത്ത് പ്രമാണം, ആയത്ത് പ്രമാണാണോ നോക്കി? അല്ലെ സ്വഹാബത്തിന്റെ പ്രവൃത്തി പ്രമാണം? രണ്ടിലൊന്നും തീരുമാനം. ഒന്നുകിൽ ആയത്ത് എന്ന് പറയാൻ സ്വഹാബത്തിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം, അപ്പൊ ഖുർആൻ ഒരു ആയത്ത് കണ്ടാൽ ആ ആയത്ത് പ്രകാരം എന്ത് ചെയ്യണോ? സഹായങ്ങൾ ചെയ്യണം. അല്ല പറ്റില്ല, അല്ല പറ്റില്ല. സ്വഹാബത്ത് പിൻപറ്റിയതുപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്തു ഉറപ്പല്ലേ? സഹാബത്തിന് പിൻപറ്റുന്ന ഞങ്ങളെ പോലുള്ള അവകാശം വേറെ ആയിരിക്കുള്ളത്? ഞാൻ ചോദിക്കട്ടെ, 4 ദിവസം സമ്മേളനം നോട്ടീസ് വെച്ച് ഏത് സഹാബിയല്ലേ? ഫിലാത്തലയിലും അതുപോലെ തന്നെ വയനാട്ടിലൊക്കെ 4 ദിവസം നോട്ടീസ് അടിച്ച് സമ്മേളനം വെച്ച് ഏത് സഹാബിയുള്ള ഏത് സഹാബിയല്ലേ? പൈസയും മുടങ്ങി പോകാൻ ഏത് ചിഹ്നത്തിലുള്ള സ്വർണം വേണോ സ്വർഗം വേണോ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ഏത് സഹാബിയുള്ള? സ്വർണം വേണോ സ്വർഗം വേണോ? സ്വർഗം വേണമെങ്കിൽ സ്വർണം തരൂ എന്ന് പറഞ്ഞ ഏത് സഹാബിയല്ലേ? മറുപടി ഉണ്ടോ? മറുപടി ഉണ്ടോ? പ്രസിദ്ധമായ ചോദ്യങ്ങൾ അവശേഷിക്കും. അത് സ്വന്തമായിട്ട് കണ്ണാടി നിർത്താൻ പറ്റില്ല. എന്ത് പ്രസിദ്ധോ? ആര് പ്രസിദ്ധോ? സഹാബത്തിന്റെ നിങ്ങൾ എന്നാ ചെയ്യാറുണ്ടോ? ഞാൻ ആരായിട്ട് പറഞ്ഞുതരാം, അക്കേട്ട് പറഞ്ഞോ. മഹാനായ ഇമാം ബുഖാരിയുടെ ഉസ്താദ് ഇബ്നു അബീ ഷൈബ, ഇബ്നു അബ്ദുൽ ഖാദിർ, ഇബ്നു തൈമിയ, ഹാഫിദ്. ഇങ്ങനൊരു കാര്യം നിങ്ങൾ സെക്രട്ടറിയാണ്ട് കൂടെ നിൽക്കാൻ പറ്റില്ല. സെക്രട്ടറിയ പറഞ്ഞില്ല ഇമാനിങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കൂലെന്ന് സെക്രട്ടറിയ പറഞ്ഞേ. പക്ഷെ നിങ്ങൾ പറഞ്ഞു ഇമാനിങ്ങൾ ഉണ്ടോ? അല്ല, നിങ്ങൾ സെക്രട്ടറിയാന്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. സെക്രട്ടറിയ പറയുന്നു ഇമാനിങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കൂല, നിങ്ങൾ പറയുന്നു ആണും. ഏതാ ശരി? ബാലുശ്ശേരി, ഒരു സെക്കൻഡ് അല്ല, 2 സെക്കൻഡ് അല്ല, പിടിച്ചോ, പോകരുത്. ബാലുവ പിടുത്തം കിട്ടും.